beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. സ്നേഹമുള്ളവരെ, ലൂർദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒത്തിരി നാളുകളായി വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന റവറൻഡ് സിസ്റ്റർ ആഗ്നസിനെ പരിചയപ്പെടുത്തിയാണ്. CTC സഭ അംഗമാണ്. സിസ്റ്റർ ഗർഭധാരണ സമയത്ത് സ്വീകരിക്കേണ്ടവയെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ് കേട്ടിരിക്കുവാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഗർഭധാരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ഗർഭധാരണം, അതായത് ദൈവം ഒരു പെൺകുട്ടിക്ക് നൽകുന്ന ഒരു ദാനമാണ് അല്ലെങ്കിൽ സമ്മാനമാണ് ഗർഭധാരണം. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗർഭധാരണം ഇന്നത്തെ കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം വന്ധ്യത എന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ട്. ഇനി ഗർഭധാരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗർഭധാരണം, അതായത് പ്രഗ്നൻസി പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലം എന്ന് പറയുന്നത് 9 മാസവും 7 ദിവസവുമാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അല്പം മുന്നോട്ടും നീങ്ങാം, അല്പം പുറകോട്ടും ഇറങ്ങാം, അത് വിഷയമാക്കേണ്ട. ഈ 9 മാസം ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ കൊണ്ടു നടന്ന് വളർത്തുക, വേണ്ട പരിരക്ഷകൾ നൽകുക, ഇതെല്ലാം അമ്മയുടെ ഒരു ഉത്തരവാദിത്വം. തീർച്ചയായും കർത്താവിൻ്റെയും കൂടി വലിയൊരു പങ്കുണ്ട് ഇതിൽ. ഇനി ഗർഭധാരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്ത്രീ പുരുഷ സംയോഗം വഴിയാണ് ഗർഭധാരണം നടക്കുന്നത്. അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, വിവരിച്ച് പറഞ്ഞാൽ, സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും തമ്മിൽ ചേരുമ്പോഴാണ് ജീവന്റെ തുടിപ്പ് ആരംഭിക്കുന്നത്. ഈ പ്രക്രിയ നടക്കുന്നത് ഫലോപ്പിൻ ട്യൂബിൽ വെച്ചാണ്. ഇനി ഫലോപ്പിൻ ട്യൂബ് എന്താണ്, എവിടെയാണെന്ന് ചോദിച്ചാൽ, സ്ത്രീ ശരീരത്തിൻ്റെ വയറ്റിലെ അടിഭാഗത്തായിട്ട് നടുവില് യൂട്രസ്, അതിൻ്റെ ഇരുവശങ്ങളിലും മുകൾ ഭാഗത്തു നിന്നാണ് ഫലോപ്പിൻ ട്യൂബ് തുടങ്ങുന്നത്. ഈ ഫലോപ്പിൻ ട്യൂബ് ശരിക്കും ഒരു കൈയുടെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇരുവശങ്ങളിലും നമ്മളുടെ കൈയുടെ വിരലുകൾ പോലെ തന്നെ ഫലോപ്പിൻ ട്യൂബിൻ്റെ അറ്റത്തും കുറച്ച് വിരലുകൾ പോലുള്ള സംഗതികളുണ്ട്. ആ വിരലുകളുടെയും യൂട്രസിൻ്റെയും നടുവിലായിട്ട് ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ ഒരു സാധനമുണ്ട്. അതിനെ നമ്മൾ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയം എന്ന് പറയും. ഓരോ പീരീഡ്സിൻ്റെയും 14-ാം ദിവസം, അതായത് 1-ാം ദിവസം മുതൽ 2 ഓവറിയിലും പല ഓവും വളർച്ച ആരംഭിക്കുന്നു. 14-ാം ദിവസം ഒരു ഓവറിയിൽ നിന്ന് ഒരേ ഒരു ഓവ് മാത്രം പൂർണ്ണ വളർച്ചയെത്തി അത് പുറത്തേക്ക് വരുന്നു. അത് പുറത്തേക്ക് വന്നാൽ ഏത് വശത്തു നിന്നാണോ ഓവുലേഷൻ നടക്കുന്നത് ആ വശത്തുള്ള ഫലോപ്പിൻ ട്യൂബ് അത് പിടിച്ചെടുത്ത് അത് ട്യൂബിനകത്തേക്ക് വിടുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി ഗർഭധാരണം ഞാൻ പറഞ്ഞു സ്ത്രീ പുരുഷ സംയോഗം വഴിയെന്ന്. അപ്പം നിങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരസ്പരം സംസാരിച്ച് തീരുമാനിച്ചിട്ട് വേണം മക്കൾ അത് ആ പ്രക്രിയ ചെയ്യാനായിട്ട്. അപ്പൊ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിവസം നിങ്ങളുടെ ശരീരഭാഗങ്ങൾ വൃത്തിയായിട്ട് വേണം നിങ്ങൾ ഈ പ്രക്രിയയിൽ ഏർപ്പെടാൻ. ശരീരഭാഗങ്ങൾ വൃത്തിയായതിന് ശേഷമല്ല എങ്കിൽ തുടക്കം മുതൽ ഈ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടാകും. അത് വരാതിരിക്കാനാണ് ശരീരഭാഗങ്ങളെല്ലാം വളരെ
ശുചിയാക്കിയതിന് ശേഷം മാത്രം ഈ പ്രക്രിയയിൽ ഏർപ്പെടണമെന്ന് ഞാൻ പറഞ്ഞത്. അതിക്ക് മുൻപ് നമ്മൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുമായിരിക്കും. രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഈ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പുരുഷ ബീജം വജൈനയിൽ കയറി അതിൽ നിന്ന് യൂട്രസിനകത്തേക്ക് കടന്ന് യൂട്രസിൻ്റെ അകത്തുനിന്ന് ഫലോപ്പിൻ ട്യൂബിലെത്തുന്നു. അപ്പോൾ ഈ ഓവും അല്ലെങ്കിൽ അണ്ടം ഒരു ദിവസം, അതായത് 1 to 2 days ആണ് നമ്മൾ പറയുന്ന അതിൻ്റെ ജീവദൈർഘ്യം. ബീജമാണെങ്കിൽ 2 to 3 days. അപ്പോൾ ഈ ബീജം യൂട്രസും കടന്ന് ഫലോപ്പിൻ ട്യൂബിലെത്തിയാൽ അവിടെ ഒരു അണ്ടം വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവിടെ വെച്ച് ബീജസങ്കലനം നടക്കുന്നു. ഈ ബീജസങ്കലനം നടന്നതിന് ശേഷം ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭ്രൂണം. ഈ ഭ്രൂണം ഫലോപ്പിൻ ട്യൂബിൽ നിന്ന് സഞ്ചരിച്ച് യൂട്രസിൻ്റെ അകത്തെത്തിച്ചേരുന്നു. യൂട്രസിൻ്റെ അകത്തെത്തിച്ചേർന്നിട്ട് സാധാരണഗതിയിൽ യൂട്രസിൻ്റെ മുകൾ ഭാഗത്താണ് സ്ഥാനം പിടിക്കുന്നത്. ഈ സ്ഥാനം പിടിക്കുന്നതിന് നമ്മൾ പറയും ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ പൂർണ്ണമായി കഴിഞ്ഞാൽ ഭ്രൂണത്തിൻ്റെ ശിശുവാകാനുള്ള പകുതി ഭാഗം മാറി നിന്നിട്ട് ബാക്കി പകുതി ഭാഗവും യൂട്രസിൻ്റെ അകത്തുള്ള പടലങ്ങളും കൂടി ചേർന്ന് ഈ ശിശുവിന് വളരാൻ ആവശ്യമുള്ള ഒരു കവചം അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ രൂപീകരിക്കുന്നു. ഇതിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, പ്ലസൻറ്റ അല്ലെങ്കിൽ മറുപിള്ള. ഈ പ്ലസൻറ്റയുടെ മുകൾ ഭാഗം മാത്രമാണ് കുറച്ച് യൂട്രസുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ കൂടി ഒരു കയർ പോലെ, ഒരു ചരട് പോലെ ഒരു സംഭവം വരുന്നുണ്ട്. അത് അറ്റം യൂട്രസുമായിട്ട് അല്ലെങ്കിൽ പ്ലസൻറ്റയുടെ നടുവിൽ കണക്ട് ചെയ്തേക്കുന്നു. അതിൻ്റെ മറ്റേ അറ്റം കുഞ്ഞിൻ്റെ അംബ്ലിക്കസിൽ കണക്ട് ചെയ്തേക്കുന്നു. കുഞ്ഞിന് വളരാൻ ആവശ്യമായ ഓക്സിജൻ വേണം, ന്യൂട്രീഷൻ വേണം, ഹോർമോൺസ്, ആൻറ്റിബോഡീസ് എന്ന് വേണ്ട. നമുക്ക് വളരാൻ ആവശ്യമായതിനേക്കാൾ വളരെ കൃത്യതയോടുകൂടി കുഞ്ഞിന് എല്ലാം കിട്ടണം. അത് കിട്ടുന്നത് അമ്മയുടെ ബ്ലഡിൽ നിന്ന് ഈ അംബ്ലിക്കസ് കോഡ് വഴി. ഇനി യൂട്രസിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡും കൂടിയുണ്ട്. ആ ഫ്ലൂയിഡിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് എങ്ങനെ കിടന്നാലും അതിന് പ്രശ്നമൊന്നും ഉണ്ടാകരുത്. ചുളിവോ ചതവോ സ്കിന്നിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതാണ് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുക. അമ്മ ഏത് രാജ്യത്ത് ജീവിച്ചാലും പുറത്തുള്ള ടെമ്പറേച്ചർ ഏതാണേലും കുഞ്ഞിന് സഹിക്കാൻ പറ്റിയ 37-38 ഡിഗ്രി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ്. ഏകദേശം ₹1 ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇനി ഈ പ്രഗ്നൻ്റ് ആയോ ഇല്ലെന്ന് ഇനി അറിയണം. പ്രഗ്നൻ്റ് ആയതിനു ശേഷമുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി പ്രഗ്നൻ്റ് ആയോ എന്ന് അറിയുന്നതിന് ഏറ്റവും ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന കൺഫർമേഷനാണ് പീരീഡ്സ് മിസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 14-ാം ദിവസം, അതായത് ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് കിട്ടുന്നത് 28-ാം ദിവസമാണ്. അതിലും 2-3 ദിവസം മുന്നോട്ട് പോകാം, 2-3 ദിവസം ബാക്കിലേക്ക് ഇറങ്ങാം, വിഷയമാക്കേണ്ട. 14-ാം ദിവസം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഓവും ഫലോപ്പിയൻ ട്യൂബിൻ്റെ അകത്ത് എത്തിയിട്ട് അവിടെ ഒരു ബീജമില്ല എങ്കിൽ ആ ഓവും സഞ്ചരിച്ച് യൂട്രസിൻ്റെ അകത്ത് എത്തുന്നു. അതാണല്ലോ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള രീതി. ഓവും സഞ്ചരിച്ച് യൂട്രസിനകത്ത് എത്തിച്ചേരുന്നു. എന്നിട്ട് അടുത്ത 14 ദിവസം കൂടി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി യൂട്രസിൻ്റെ അകത്തുള്ള പടലങ്ങളും ഹോർമോൺ റെസ്റ്റും ഈ ഓവും കൂടി പുറത്തേക്ക് പോരുന്നതാണ് പീരീഡ്സ്. അങ്ങനെയാണ് പീരീഡ്സിൻ്റെ 28 ഡേയ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഇനി അവിടെ ബീജസങ്കലനം നടന്നിട്ടുണ്ടോ എങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നു എങ്കിൽ നിങ്ങൾക്ക് പീരീഡ്സ് കിട്ടില്ല. ജീവൻ്റെ തുടിപ്പ് ആരംഭിച്ചാൽ പിന്നെ പീരീഡ്സ് നിങ്ങൾക്ക് കിട്ടില്ല. ഈ പീരീഡ്സ് കിട്ടാതാവുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആഹാ പ്രഗ്നൻ്റ് ആയിട്ട് 14 ദിവസമായിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ട് 14 ദിവസമായി, പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ച് ഇത് ആരും ചിന്തിക്കരുത് കട്ടിലേക്കയറി കിടക്കാനുള്ള ഒരു ലൈസൻസ് ആണെന്ന്. നേരെ മറിച്ചാണ് മക്കളെ. കൂടുതൽ മൂവ് ചെയ്യണം. അതൊക്കെ ഒരു ചുരുടി നീങ്ങിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ
പീരീഡ്സ് മിസ് ചെയ്യുന്നതാണ് പ്രഗ്നൻ്റ് ആയി എന്നുള്ളതിന് ആദ്യം കിട്ടുന്ന കൺഫർമേഷൻ. ഇനി പീരീഡ്സ് മിസ് ചെയ്തത് നിങ്ങൾക്ക് ഒരു ഫീൽ ചെയ്ത് അത് നിങ്ങൾ കണക്കൂട്ടി, അതായത് നിങ്ങളുടെ ഓർമ്മയിൽ അത് വന്ന് അറിഞ്ഞു നിങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു പ്രഗ്നൻസി കാർഡ് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന്, ഇന്ന് ഒത്തിരി മെഡിക്കൽ ഷോപ്പിൽ, മിക്കവാറും എല്ലാ മെഡിക്കൽ ഷോപ്പിലും പ്രഗ്നൻസി കാർഡ് കിട്ടും. അത് വാങ്ങിച്ചിട്ട് അത് രാവിലെയുള്ള യൂറിൻ 2-3 ഡ്രോപ്സ് എടുത്ത് അതിൻ്റെ തിട്ട് നോക്കിയാൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് കാണാൻ സാധിക്കും. ഇത് ചെയ്യുന്നത് പീരീഡ്സ് മിസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചെയ്യരുത്. കമ്പനിക്കാർ പറയുന്നുണ്ട് HCG കൂടിയിട്ടുണ്ടാവുന്നു, പക്ഷേ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് നോക്കുന്നതായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ 120 രൂപ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പീരീഡ്സ് മിസ് ചെയ്തു 14 ദിവസമായി പ്രഗ്നൻ്റ് ആയിട്ട്, ഈ 14 ദിവസം നിങ്ങളെ സംബന്ധിച്ചല്ല, കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എങ്കിൽ കിട്ടുന്ന മെഡിക്കൽ ഷോപ്പിൽ കയറി കാണുന്ന മെഡിക്കൽ ഷോപ്പിൽ കയറി കിട്ടുന്ന മരുന്ന് വാങ്ങി ഒരു കാര്യത്തിനും കഴിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. പ്രഗ്നൻസിയിൽ നമുക്ക് ഇന്ന് ലോകത്തിൽ ഏതെല്ലാം അസുഖങ്ങൾ കിട്ടുമോ അതിനെല്ലാം കഴിക്കാവുന്ന മരുന്നുകൾ കിട്ടും. പക്ഷേ ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സ്, പെയിൻ കില്ലേഴ്സ്, ഒരു പനി വന്ന് അല്ല ഒരു തലവേദന വന്ന് കാണുന്ന മെഡിക്കൽ ഷോപ്പിൽ കയറി കിട്ടുന്ന ആ മെഡിക്കൽ ഷോപ്പുകാരൻ തരുന്ന മരുന്ന് കഴിക്കാൻ മക്കൾക്ക് അനുവാദമില്ല. ഡോക്ടേഴ്സ് എഴുതി അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഡോക്ടറിനോട് പറയുക, ഡോക്ടറെ ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയ മരുന്നുകൾ ഡോക്ടേഴ്സ് തരും. ചില പിള്ളേരുണ്ട് ഫിറ്റ്സ് ചെറുപ്പത്തിൽ വന്നിട്ട് ഇപ്പോഴും ഫിറ്റ്സിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം. സിവിയർ ആസ്മ, അനേമിയ, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് റെഗുലറായിട്ട് മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മരുന്ന് മക്കൾ മുടക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറിനോട് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ചിലപ്പോൾ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും. അപ്പോൾ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റിയ മരുന്ന് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് തരും. അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പീരീഡ്സ് മിസ് ചെയ്താൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവസരമായെന്ന് ഞാൻ പറയുന്നത്. അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ബ്രസ്റ്റിലെ ചേഞ്ചസ് എന്ന് വെച്ചാൽ പ്രകൃതി തന്നെ നിങ്ങളെ ഒരുക്കുന്നതാണ് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ 6 മാസം അമ്മയുടെ പാല് മാത്രം കുടിച്ചാണ് ഈ കുഞ്ഞ് ജീവിക്കേണ്ടത്. അതിനുവേണ്ടി പ്രകൃതി തന്നെ നിങ്ങളെ ഒരുക്കുന്നതാണ് ബ്രസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസ്. ചിലർക്ക് കുറച്ച് കൂടുതൽ നീർക്കെട്ടോ പെയിനോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഓർത്തോണം, അത് നോർമലാണ്. ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ആരുമായിട്ടെങ്കിലും നിങ്ങൾ കൺസൾട്ട് ചെയ്തേച്ചാൽ മതി. പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ അറിയാം ഓക്കാനം, ഛർദി, ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ്, അല്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലായ്മ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഭർത്താക്കന്മാരുടെ കൂടുതൽ ശ്രദ്ധയും ഒരു ക്ഷമയോടും സ്നേഹത്തോടും ആർദ്രതയോടും കൂടിയ പരിചരണം ഈ പെൺകുട്ടിക്ക് കിട്ടേണ്ടത്. പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞത് അവളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലൂടെ ഈ പെൺകുട്ടി കടന്നു പോകേണ്ടിയുണ്ട്. ഈ സമയങ്ങളെല്ലാം അവൾക്ക് നന്നായി അതെടുക്കാൻ പറ്റണമെങ്കിൽ ഭർത്താക്കന്മാരുടെ ശ്രദ്ധ വളരെ നന്നായിട്ട് കിട്ടേണ്ടിയുണ്ട്. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചിട്ട് ഒന്നെങ്കിൽ കഴിക്കുന്നതിന് മുന്നേ ഓക്കാനിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കഴിച്ചു കഴിയുമ്പോൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഛർദ്ദിച്ചു കളയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാർ കുറച്ച് കൂടുതൽ കരുണയോടുകൂടി എന്ത് കഴിക്കാനാണോ ആഗ്രഹം അതൊന്ന് സംഘടിപ്പിച്ചു കൊടുക്കണം. സമയത്ത് ഫുഡ് കഴിച്ചില്ല എന്നാണെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച തുടക്കത്തിലെ മുരടിക്കും. തുടക്കത്തിൽ വളർച്ച മുരടിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് മുഴുവനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി അവൾക്ക് ശരിയായിട്ടുള്ള ഭക്ഷണം കട്ടിയായിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും
ലിക്വിഡ്സ് എങ്കിലും കൊടുക്കുക. വെറും വെള്ളമല്ല ഉദ്ദേശിക്കുന്നത്, കരിക്കും വെള്ളമോ ജ്യൂസോ പാലോ എന്തെങ്കിലും തൽക്കാലത്തേക്കൊന്ന് കൊടുക്കുക. ഇനി വെള്ളമായിട്ടുള്ളതും വയറ്റിൽ തങ്ങണില്ല, കട്ടിയായിട്ടുള്ളതും വയറ്റിൽ തങ്ങുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ ഹോസ്പിറ്റലോ കൊണ്ടുപോയി 2 കുപ്പി ഗ്ലൂക്കോസ് കയറ്റണം. കാരണം ഒരുപാട് ഓക്കാനിച്ച് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്ഡ് ആകും. ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്ഡ് ആയ അസറ്റോൺ എന്നൊരു കണ്ടന്റ് കൂടുതലാകും ബ്ലഡിൽ. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിനതത്ര നല്ലതല്ല. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് ഫ്ലൂയിഡും സോളിഡും ഒന്നും വയറ്റിൽ തങ്ങിയില്ല എന്നാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി 2 കുപ്പി ഗ്ലൂക്കോസ് ഒരു ദിവസം 2 ദിവസം കയറ്റണമെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നല്ല ഉഷാറാകും. അപ്പം പറയും എനിക്ക് വിശക്കണ്, എന്തെങ്കിലും വാങ്ങിത്താ, അപ്പം അത് വാങ്ങിക്കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ ചില പെൺകുട്ടികൾ പ്രത്യേക ആഹാരത്തോട് താല്പര്യം കാണിക്കും. അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നത് പ്രഗ്നൻസിയിൽ പച്ചമാങ്ങ ഇഷ്ടമാണെന്ന് പറയും. എന്താണോ അവൾക്ക് കഴിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് സംഘടിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ അമിതമായ തളർച്ച അല്ലെങ്കിൽ തലകറക്കം ഇതൊക്കെ പ്രഗ്നൻസിയിൽ ഉണ്ടാകും. അപ്പൊ പെൺപിള്ളേരൊന്ന് ഓർത്തിരിക്കേണ്ടത്, മക്കളെ നിങ്ങൾ ഓർത്തിരിക്കണം, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ദൈവം തന്ന് അതിനോടനുബന്ധിച്ച് കുറച്ച് ഗർഭാരിഷ്ടതകളൊക്കെ ഉണ്ടാകും. അത് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയോടുകൂടി മക്കളത് എടുക്കണം. സംശയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടാവും, പിന്നെ മാതാപിതാക്കളുണ്ടാകും. അവരോടൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. ആരും ഒരു ശല്യമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ എടുക്കരുത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ അതുപോലെ തന്നെയാണ് ഗർഭം ധരിച്ച് പ്രസവിച്ച് ഈ നിലയിലാക്കിയെന്നുള്ള ഒരു ഓർമ്മയുണ്ടാണ്. അപ്പം ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ 100 പേരെ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ 99 പേർക്കും ഉണ്ടാകും. അതില്ലാത്ത 1% കൊച്ച ബലത്തും ഉണ്ടാകുള്ളൂ. അപ്പം ഇത് നല്ല രീതിയിൽ എടുക്കണമെന്ന് മാത്രം. പിന്നെ ത്വക്കിൻ്റെ നിറവ്യത്യാസങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് മുഖം, കഴുത്ത്, നെറ്റി അവിടെയൊക്കെ ചില പിഗ്മെന്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നോർമലാണ്. തനിയെ വന്നത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ തനിയെ പോവുകയും ചെയ്തോളും. പിന്നെ കുഞ്ഞിൻ്റെ ചലനങ്ങൾ അമ്മയ്ക്ക് അനുഭവപ്പെടുന്നത് ഒരു 5 മാസമൊക്കെ ആവുമ്പോഴാണ് കുഞ്ഞിൻ്റെ ചലനങ്ങൾ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. സാധാരണഗതിയിൽ ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞ് പതുക്കെ അമ്യൂണിറ്റി ഫ്ലൂയിഡ് അനങ്ങി തുടങ്ങും. അമ്മയ്ക്ക് ഫീൽ ചെയ്യണമെന്നാണെങ്കിൽ കുഞ്ഞൊരിച്ചിരി ശേഷിയൊക്കെ വെച്ച് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് കുത്തി, മുട്ടുകാല് കൊണ്ട് ഒരു തൊഴി തന്നാൽ, തല കൊണ്ട് ഒരു ഇടി തന്നാൽ, അതൊക്കെയാണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല ഒരു ഫീലിംഗ് ആയിരിക്കും മക്കളെ, അത് നല്ല ഒരു ഫീലിംഗ് ആയിരിക്കും. അത് ഏകദേശം ഒരു 5 മാസമൊക്കെ ആകുമ്പോഴാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ്, ആദ്യം യൂറിൻ ടെസ്റ്റ് ചെയ്യണ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ്. ഇനി നമുക്ക് കാണാവുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്. അൾട്രാസൗണ്ട് സ്കാനിങ് സാധാരണഗതിയിൽ നമ്മൾ 3 പ്രാവശ്യമാണ് നമ്മൾ പ്രഗ്നൻസിയിൽ എടുക്കുന്നത്. ആദ്യത്തെ 3 മാസം 1, രണ്ടാമത്തെ 3 മാസം എന്ന് വെച്ചാൽ 4, 5, 6 മാസങ്ങളിൽ 1 പ്രാവശ്യം, 7, 8, 9 മാസങ്ങളാകുമ്പോഴത്തേക്ക് 1 പ്രാവശ്യം കൂടാ. അതാണ് നമ്മൾ സാധാരണ റൊട്ടീനായിട്ട് ചെയ്യിക്കുന്നത്. ഇനി എത്ര പ്രാവശ്യം ചെയ്യാൻ ഡോക്ടേഴ്സ് പറഞ്ഞാലും എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററീസ് ഉള്ളവരോട് ഡോക്ടേഴ്സ് കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യാൻ പറയും. അവർ പറയുന്നത് പോലെ ചെയ്യുക. എത്ര പ്രാവശ്യം ചെയ്താലും അതുകൊണ്ടൊരു പ്രോബ്ലവും ഉണ്ടാകുകയില്ല. അതേസമയം പ്രഗ്നൻസിൽ ചെയ്യാൻ പാടില്ലാത്ത ചില ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് CT സ്കാൻ ചെയ്യാൻ പാടില്ല, എക്സ്റേ എടുപ്പിക്കാൻ പാടില്ല, MRI നമുക്ക് ആദ്യത്തെ 3 മാസമേ ചെയ്യരുത് എന്ന് ഡോക്ടേഴ്സ് പറയുകയുള്ളൂ. പിന്നത്തെ മാസങ്ങളിൽ MRI നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ അല്ല എവിടെയെങ്കിലും ഒന്ന് തല അടിച്ച് വീണെന്നൊക്കെ പറഞ്ഞ് വന്നു കഴിയുമ്പോൾ MRI ചെയ്യാമെന്ന് പറയുന്നത് നമുക്കും വലിയൊരു ആശ്വാസമാണ്. കാരണം എന്തെങ്കിലും തലച്ചോറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എക്സ്റേയും CTയും എന്ന് എഴുതി വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് പോലും മക്കൾ പോകരുത്. പിന്നെ നമ്മൾ ഈ പ്രഗ്നൻസിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ്, തേർഡ്. അപ്പോൾ അത് അവയവ രൂപീകരണം അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അതത്ര വലിയ കാര്യമാക്കണ്ട. കുഞ്ഞിൻ്റെ വെയിറ്റ് സമയാസമയങ്ങളിൽ കൃത്യമായിട്ടുണ്ടാകണം.
ഇല്ല എന്നാണെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കണ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. കുഞ്ഞിന് ശരിക്കുള്ള വെയിറ്റ് ഇല്ല, എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുന്നേ പുറത്തേക്ക് വരികയാണെങ്കിൽ, വെയിറ്റുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ കുഞ്ഞ് വളർന്നു പോന്നോളും. അല്ല, വെയിറ്റ് കുറവാണെന്നാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഓർഗൻസ്, കാഴ്ച, കേൾവി, ബ്രെയിൻ്റെ വളർച്ച, കിഡ്നി, ഹാർട്ട്, ഇതിൻ്റെയൊക്കെ വളർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. അപ്പം അതുകൊണ്ട് മക്കൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നന്നായിട്ട് ഫുഡ് കഴിക്കുക. നന്നായിട്ട് ഫുഡ് കഴിക്കുക. അതിന് വേറെ ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. എന്താണോ കഴിക്കാൻ ആഗ്രഹം ഭർത്താവിനോട് പറയുക, അപ്പം മോനെ നീ അത് സംഘടിപ്പിച്ചു കൊടുത്തേക്കണം. പിന്നെ വിളർച്ച നമുക്കുണ്ടാകും പ്രഗ്നൻസിയിൽ, നിങ്ങളത് പ്രതീക്ഷിക്കണം. ബ്ലഡ് ഉണ്ടാകാൻ പറ്റിയ ഫുഡ് നിങ്ങൾ കഴിക്കണം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പെൺകുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാകാൻ പറ്റിയ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം അമ്മയുടെ HB ബ്ലഡ് ഓട്ടോമാറ്റിക് കുറയും. HB കുറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അയൺ ടാബ്ലറ്റ് തരും. ഹസ്ബൻഡ്സ് നിങ്ങൾക്ക് കൂടുതൽ ബ്ലഡ് ഉണ്ടാകാൻ പറ്റിയ മരുന്ന് ഫുഡ് വാങ്ങിത്തരണം. എന്തൊക്കെയാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്? ഫ്രൂട്ട്സ്, ഇലക്കറികൾ, അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ. അപ്പോൾ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞിന് ആരോഗ്യമുണ്ടാകുകയുള്ളൂ. നമ്മൾ പറയും നിറവും ആരോഗ്യമൊക്കെ ഉണ്ടാകാനായിട്ട് ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്. അപ്പോൾ പറ്റുന്നിടത്തോളം ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ ഇതനുസരിച്ച് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോൾ കുഞ്ഞിന് ആരോഗ്യമുണ്ടാകും. ഈ HB നിങ്ങളുടെ ബ്ലഡിൽ നിന്ന് കുഞ്ഞിനെടുക്കുന്നത് കൊണ്ടാണ് വിളർച്ചയുണ്ടാകുന്നത്. ആ വിളർച്ച പ്രതീക്ഷിച്ചേക്കണം. കല്യാണത്തിന് മുൻപ് തന്നെ നിങ്ങൾ ബ്ലഡ് ഉണ്ടാകാനായിട്ടുള്ള ഫുഡൊക്കെ കുറച്ച് കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഷുഗറും പ്രഷറും ഒക്കെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരാറുണ്ട്. ഷുഗർ, ഇന്ന് ഒത്തിരി പേർക്ക് ഷുഗർ ഉണ്ട്. അതുപോലെ പ്രഗ്നൻസിയിൽ ഉടലെടുക്കുന്ന ഷുഗർ ഉണ്ട്. അതൊരു 5.5 മാസം 6 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനൊരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തുമ്പോൾ ഷുഗർ കൂടുതലാണെന്നാണെങ്കിൽ, കൂടുതൽ കാണിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന്. കുറച്ച് ഫുഡ് നിങ്ങളോട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയും. മധുരമൊക്കെ അവോയ്ഡ് ചെയ്യുക. ഡോക്ടേഴ്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതും പറ്റിയില്ല എന്നാണെങ്കിൽ സ്മോൾ ഡോസ് ഇൻസുലിനാണ് സാധാരണഗതിയിൽ തരുന്നത്. ഗുളികയേക്കാളും ഇഫക്റ്റീവ് ആകുന്നത് ഇൻസുലിനാണ്. പിന്നെ ഓരോ പ്രാവശ്യവും ഡോക്ടേഴ്സ് വിസിറ്റിന് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ പ്രഷർ നോക്കും, വെയിറ്റ് നോക്കും. അപ്പോൾ ഈ പ്രഷർ നോക്കുമ്പോൾ ആദ്യമായിട്ട് നോർമലായിരിക്കുള്ളൂ. നോർമൽ BP എന്ന് നമ്മൾ പറയുന്നത് 120/80 ആണ്. അതേസമയം ചില പെൺപിള്ളേരുണ്ട് 90/60 വരെ ആകുന്നവർ, ഒരു പ്രശ്നമില്ല, അവളുമാർ അത് വെച്ച് ജീവിച്ച് ശീലിച്ച്. പക്ഷേ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ BP കൂടുന്നതാണ്. BP കൂടുന്നു. അതോടൊപ്പം കാലിൽ നീര്, കൺതടങ്ങളിൽ നീര്, യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആൽബുമിൻ ഉണ്ടാകുന്നു. ഈ ആൽബുമിനൊക്കെ കണ്ടു തുടങ്ങുന്നത് ഗർഭാപസ്മാരം എന്നൊരു അവസ്ഥയിലേക്കുള്ള ഒരു തുടക്കമാണ്. അത് 1 ദിവസം 2 ദിവസം കൊണ്ടല്ല, വളരെ ഗ്രാജുവലായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് സാധാരണഗതിയിൽ ജോലിക്ക് പോകുന്ന പെൺപിള്ളേരാണെങ്കിൽ ചിലപ്പോൾ പറയും കുറച്ച് ദിവസം ഒരു റെസ്റ്റ് എടുക്ക്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ അവർ പറയുന്നത് പോലെ ചെയ്തേക്കണം. അതുപോലെ തന്നെ പ്രഷർ കുറയാനായിട്ടുള്ള മരുന്ന് തരും. ഡോക്ടേഴ്സ് തരുന്ന പ്രഷർ കുറയാനുള്ള മരുന്ന് മക്കൾ ഒരു കാരണവശാലും മുടക്കരുത്. നന്നായിട്ട് പോയാൽ മാത്രമേ ഈ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തുന്നവരെ വയറ്റിൽ വളർത്തി ജന്മം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എവിടെ വെച്ചാണോ ഇത് കൂടുതൽ പ്രശ്നമാകുന്നത് അവിടെ വെച്ച് കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ മക്കൾ നന്നായിട്ട് അനുസരിക്കുക. പിന്നെ ഇനി അതുപോലെ തന്നെ അമ്മയുടെ പരിരക്ഷയ്ക്ക് കുറെ കൂടി ഭർത്താക്കന്മാർ കാര്യക്ഷമത കൊടുക്കണം. കാരണം ആരോഗ്യമില്ലാത്ത അമ്മയിൽ നിന്ന് ഒരിക്കലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ വേണമെന്നാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഭാര്യമാരെ, ഗർഭിണികളെ നന്നായിട്ട് നോക്കുക.
അപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിച്ച് അവൾ നിങ്ങളുടെ കയ്യിലോട്ട് തരും. വളർത്താൻ എളുപ്പമായിരിക്കും. ആരോഗ്യമില്ല എന്നാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മക്കളെ, വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കണ എന്താ പറയുക, ഇമ്മ്യൂണൈസേഷൻ, വാക്സിൻ. അതായത് പ്രഗ്നൻസിയിൽ ഇപ്പം നമ്മളുടെ രാജ്യത്ത് ടെറ്റനസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടെറ്റനസിൻ്റെ 2 ഇഞ്ചക്ഷൻ എടുക്കണം. കാലയളവ് ഏത് സമയത്താണ്, 3rd മന്തിലാണോ 1st മന്തിലാണോ, അത് ഡോക്ടേഴ്സിനെ ഡിപ്പെൻഡ് അപ്പോൾ. അവരെന്ത് പറയണോ ആ സമയത്ത് നമുക്ക് എടുക്കാം. ഇന്ന സമയമൊന്നുമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 ഇഞ്ചക്ഷനാണ് ടെറ്റനസിൻ്റെ. 2 എണ്ണം എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ കുറച്ച് വ്യക്തി ശുചിത്വം, അത് ഞാൻ ആദ്യമേ പറഞ്ഞ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തി ശുചിത്വം. പ്രത്യേകിച്ച് അമ്മ ഗർഭിണിയായി കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്തില്ല എന്നാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ, അവിടെ ഇവിടെ ബ്ലാഡർ ഇൻഫെക്ഷൻ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമല്ല അതിൻ്റെ ആദ്യത്തെ ഇഫക്റ്റ് കിട്ടുന്നത് കുഞ്ഞിനായിരിക്കുള്ളൂ. അത് ഒത്തിരി ശ്രദ്ധിച്ചേക്കണം. പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം കൊടുത്താണ് വളർത്തേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ ബ്രസ്റ്റ് നിപ്പിളിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കേണ്ടിയുണ്ട്. ചിലരുടെ ബ്രസ്റ്റ് നിപ്പിൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും, അത് ഇൻവേർട്ടഡ് നിപ്പിൾ എന്ന് നമ്മൾ പറയും. ചിലരുടെ അത് ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്ലാറ്റ് നിപ്പിളാണെങ്കിലും ഇൻവേർട്ടഡ് നിപ്പിളാണെങ്കിലും ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ആൻറ്റിനേറ്റൽ ക്ലിനിക്ക്, ഇന്ന് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലും ആൻറ്റിനേറ്റൽ ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ബ്രസ്റ്റ് നിപ്പിളിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ പറഞ്ഞാൽ അവിടെ ഉള്ള മിഡ്വൈഫ്സാ ഡോക്ടേഴ്സാ അല്ലെങ്കിൽ നേഴ്സസാ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു തരും. അത് നിങ്ങൾ ഒട്ടും അതേക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിപ്പോഴേ മാരേജിന് മുന്നേ തന്നെ ചില പെൺപിള്ളേർ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. കാരണം ബ്രസ്റ്റ് നിപ്പിള് അതിൻ്റെതായിട്ടുള്ള രീതിയിലല്ല എന്നാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ബ്രസ്റ്റിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കോട്ടൺ വസ്ത്രം പ്രഗ്നൻസിയിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പോളിസ്റ്റർ ആണെന്നാണെങ്കിൽ വിയർപ്പ് മുഴുവനും ഗുഹ്യഭാഗങ്ങളിലേക്ക് വലിഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത്. അയവുള്ള കോട്ടൺ ഡ്രസ്സ് ധരിക്കുക. ഇനി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുക്കന്മാർക്ക് കൺട്രോൾ ഉണ്ടാവണം. ആദ്യത്തെ 3 മാസം ബന്ധപ്പെടാൻ പാടില്ല. അവള് പ്രഗ്നൻ്റ് ആണ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം നിങ്ങൾ ബന്ധപ്പെടരുത്. കാരണം വലിയൊരു ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ല എന്നാണെങ്കിൽ. അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ പറയാനുള്ളത്, ആരോഗ്യമില്ലാത്ത അമ്മയിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാവില്ലല്ലോ. അപ്പം അവളുടെ മാനസികാവസ്ഥ നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് പെൺപിള്ളേർ ചെറുക്കൻ്റെ കൈ പിടിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് തന്നെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാനസിക സംഘടനം. അതിൻ്റെ ഇടയിൽ കൂടെ അവൾ പ്രഗ്നൻറ്റുമായി. അപ്പം ഈ സമയത്ത് ഭർത്താക്കന്മാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. സമാധാനവും സന്തോഷവുമുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ചെറിയൊരു പ്രയാസം മതി അവൾക്ക് ഫീൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ കുഞ്ഞിനത് അനുഭവപ്പെട്ടു തുടങ്ങും. ഇന്ന് ഫിക്സായിട്ട് പിള്ളേരെ കൊണ്ടുവരുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കണ്ട് പേടിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അമ്മയുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ ചെറിയ ബ്രെയിനിൽ അത് സേവ് ചെയ്തു. അപ്പം അങ്ങനെ വരാനായിട്ട് ഇടവരരുത്. അതിന് പെൺപിള്ളേർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് പേടി തോന്നുന്നത് അല്ലെ ബുദ്ധിമുട്ട് തോന്നുന്നത്, ആ സാഹചര്യത്തിൽ നിന്നും അങ്ങോട്ട് മാറുക. ഇനി മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മക്കള് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു വിശ്വാസത്തിൻ്റെ രൂപയിൽ അതെടുക്കുക. നിങ്ങൾ നമുക്കറിയാം, നമ്മളാരും സ്വർഗത്തിലല്ല, താഴെ ഭൂമിയിൽ കുടുംബത്തിലാണ് ജീവിക്കുന്നത്.
പ്രശ്നങ്ങൾ പലതരത്തിലുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം സംസാരിക്കാതെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തീർക്കാതെയും ദയവ് ചെയ്ത് കയറിക്കിടന്ന് ഉറങ്ങരുത്. കുടുംബ പ്രാർത്ഥന മക്കൾ മുടക്കരുത്. ഫുഡിൻ്റെ കാര്യം ഒരു 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, HB കുറയുമ്പോൾ അയൺ ടാബ്ലറ്റ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാൽസ്യമാണ്. കാൽസ്യം പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് ഒത്തിരി അത്യാവശ്യമാണ്. കാരണം കുഞ്ഞിൻ്റെ പല്ല് എല്ല് വളർച്ചയ്ക്കും ശരിക്കുള്ള ബലം കിട്ടുന്നതിനും വേണ്ടി കാൽസ്യം വളരെ അത്യാവശ്യമാണ്. അപ്പം മുട്ട, പാല് ഇവയിൽ കൂടി നമുക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടുന്നുണ്ട്. ഡോക്ടേഴ്സ് നിങ്ങൾക്ക് കാൽസ്യം സബ്സ്റ്റിറ്റ്യൂട്ട് തരുന്നുണ്ട്. എന്തായാലും ഇതുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയ ഫിഷ് നിങ്ങൾ വാങ്ങിച്ചിട്ട് വറുത്ത്, ഇപ്പം നമ്മുടെ എന്താ പറയുക, കൊഴുവ, വേളൂര്, കുഞ്ഞുചാളയൊക്കെ ഈ കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, നേരത്തെ ഒക്കെ കിട്ടുമായിരുന്നു ഒരുപാട്. അതൊക്കെ വറുത്ത് ആ മുള്ളോടുകൂടി കഴിക്കാൻ നോക്കണം. ചവച്ച് തിന്നേക്കണം. വെട്ടി വിഴുങ്ങി കുരക്കിന് മുള്ളി കയറ്റിയിട്ട് ആ സിസ്റ്റർ പറഞ്ഞിട്ടാണെന്ന് ആരും പറയാൻ നിൽക്കരുത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ചവച്ച് തിന്നാൽ ആവശ്യത്തിനുള്ള കാൽസ്യം കുഞ്ഞിന് കിട്ടും. പിന്നെ വെള്ളം സാധാരണഗതിയിൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ വിയർക്കാത്തവർ പോലും ചുരുക്കമായിരിക്കുള്ളൂ. എന്നാലും അന്നേരം പോലും വിയർക്കാത്തവർ പ്രഗ്നൻസിയിൽ ഒത്തിരി വിയർക്കും. അപ്പം അതുകൊണ്ട് മക്കൾ അളന്ന് ഒരു 3 ലിറ്റർ വെള്ളം എങ്കിലും ഒരു ദിവസം കുടിക്കണം. ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് ഫീൽ ചെയ്യാൻ പോണത് കിഡ്നി ആയിരിക്കുള്ളൂ. ബ്ലാഡറിൽ ആവശ്യത്തിന് യൂറിൻ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ബ്ലാഡർ ഇൻഫെക്ഷൻ വരും. ബ്ലാഡർ ഇൻഫെക്ഷൻ വന്നാൽ എന്തായാലും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം ബ്ലാഡർ ഇൻഫെക്ഷൻ വന്നാൽ പല പ്രാവശ്യം പിന്നെയും വരും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പല പ്രാവശ്യം പ്രഗ്നൻസി പീരീഡിൽ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. അത് വരുത്താതെ നിങ്ങൾക്ക് നോക്കാം, ആവശ്യത്തിന് വെള്ളം കുടിക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, അതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പ്രാവശ്യം പോലും ബ്ലാഡർ ഇൻഫെക്ഷൻ ഇല്ലാതെ പ്രഗ്നൻസി പീരീഡ് കഴിച്ചിട്ടുള്ള പെൺപിള്ളേരെ പലരെയും എനിക്കറിയാം. അപ്പം ഇത് 3 കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫുഡ്, മുട്ട കഴിക്കണം നിങ്ങൾ, പാല് കുടിക്കണം നിങ്ങൾ. ചില പെൺപിള്ളേർ എനിക്കറിയാൻ വരുന്നുണ്ട്, കൈവക്കാറുണ്ട് സാധാരണ ക്ലാസ്സിൽ, സിസ്റ്റർ ഞാൻ പാലിട്ട ചായ കുടിക്കൂല എന്ന്. അപ്പം ദയവ് ചെയ്ത് മക്കൾ അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ പാല് കുടിച്ചില്ല എന്നാണെങ്കിൽ കുഞ്ഞിന് പിന്നെ എന്താ കൊടുക്കണത്? നിങ്ങളുടെ വെള്ളമല്ല കുഞ്ഞിന് ഊറ്റി കൊടുക്കേണ്ടത്, പാല് തന്നെ കിട്ടണം കുഞ്ഞിന്. എങ്കിലേ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാകുകയുള്ളൂ. അപ്പം ഒരു ത്യാഗം ചെയ്തുകൊണ്ട് പാലിട്ട ചായ കുടിച്ചു തുടങ്ങും, പ്രാർത്ഥിച്ചുകൊണ്ട്. നമ്മുടെ സാധാരണ റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഞാൻ പറയും 10 മണിക്കത്തെ ചായ, പാലിട്ട ചായ കുടിച്ച് തീരണവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ ഞാൻ വന്ന് റിയാനിമേറ്റ് ചെയ്ത് തരാം. കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്താണ് സിസ്റ്റർ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്തു തരാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പാലിട്ട ചായ കുടിക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് പാല് കുടിച്ചു തുടങ്ങുക. പാലും മുട്ടയുമൊക്കെയാണ് സാധാരണഗതിയിൽ കാൽസ്യം കൂടുതലുള്ളത്. അതെന്തായാലും കഴിക്കണം, അതിനൊരു കുറവും വരുത്തരുത്. പിന്നെ വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം നമുക്ക് വേണം. ഒരു 4 കോഴിമുട്ടയെങ്കിലും ഒരാഴ്ചയിൽ മക്കൾ കഴിക്കാൻ ശ്രമിക്കണം, പാല് ആവശ്യമനുസരിച്ച്. അതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ബാക്കി പച്ചില കറികൾ, അതിനകത്താണല്ലോ കൂടുതൽ അയണൊക്കെ ഉള്ളത്. പിന്നെ പ്രഗ്നൻസിയിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ. ഈ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വയറ്റിൽ നിന്ന് പോകുന്നതിന് ബലം പിടിക്കും. അങ്ങനെ ബലം പിടിച്ചാൽ പയൽസ് വരാൻ ചിലർക്ക് സാധ്യതയുണ്ട്. പയൽസ് വന്നാൽ ഭയങ്കര കഷ്ടപ്പാടാണ് മക്കളെ. കാരണം പ്രഗ്നൻസി തന്നെ എടുക്കാൻ പറ്റാത്ത ഒരു ഭാരമായിട്ടാണ് ഓരോരുത്തർ നടക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പയൽസും കൂടി വന്നാൽ എന്ത് ചെയ്യും? പയൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും വരില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇലക്കറികൾ കഴിക്കുക. പിന്നെ നാര് കൂടുതലുള്ള ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഓറഞ്ചൊക്കെ കഴിക്കുമ്പോൾ പുറത്തെ തൊലി മാത്രം മാറ്റി അകത്തുള്ള അല്ലി കുരു കളഞ്ഞ് ആ തൊണ്ടോടുകൂടി ചവച്ച് തിന്നണം.
അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ഫൈബർ സ്റ്റോഫ് ഉണ്ട്. അപ്പോൾ ഫൈബർ സ്റ്റോഫുള്ള പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് പിണ്ടി, വാഴപ്പിണ്ടി. വാഴപ്പിണ്ടിയൊക്കെ നന്നായിട്ട് കറി വെച്ച് കഴിച്ചാൽ ഒരുപാട് ഫൈബർ സ്റ്റോഫ് അതിനകത്തുണ്ട്. അപ്പം വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. കോൺസ്റ്റിപ്പേഷൻ വന്നാലാണ് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം എന്തെല്ലാം കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും ഫുഡ് നോക്കിയിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് പറയണം. അപ്പോൾ സ്മൂത്ത് എന്ന് പറയുന്നത് പോലെ ചില ലൈറ്റായിട്ടുള്ള സിറപ്പുകൾ നിങ്ങൾക്ക് തരും. അതൊക്കെ കഴിച്ചെന്നാൽ മോഷൻ ഹാർഡാകാതെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ചിലർക്ക് എന്താ പറയുക, ചൊറിച്ചിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. അതുമൊക്കെ ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഓയിൻമെൻ്റ് ഒക്കെ തരും. അത് ചിലപ്പോൾ വേണ്ടി വരില്ല. നിങ്ങൾ തന്നെ അയവുള്ള കോട്ടൺ ഡ്രസ്സ് ഉപയോഗിച്ച് നന്നായിട്ട് വിയർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചെന്ന് മേല് കഴുകി നന്നായിട്ടൊന്ന് ഒപ്പി ഉണക്കിയാൽ സാധാരണഗതിയിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ പ്രഗ്നൻസിയിൽ ചിലർ പറയാറുണ്ട് നടുവേദന. ഈ നടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞ് വലുതാകുന്നതനുസരിച്ച്, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ നട്ടെല്ലൊന്ന് ഡിഫോം ചെയ്യും. അതുകൊണ്ട് ചിലർക്ക് നടുവേദന ഉണ്ടാകും. പിന്നെ ഇത് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചിലർ ഇത്രയും ഹീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കും. അപ്പം ഭർത്താക്കന്മാരോട് സാധാരണ ഞാൻ പറയാറുണ്ട്, പ്രഗ്നൻസിക്ക് മുമ്പ് ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ചെരുപ്പ്, ഏറ്റവും ഹീലുള്ള ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവർ നടന്നോട്ടെ. പക്ഷേ പ്രഗ്നൻസിയിൽ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് മക്കൾക്ക് നല്ലത്, നടുവേദന ഒഴിവാക്കാനായിട്ട്. പിന്നെ ചിലർ പറയാറുണ്ട് മസിൽ കയറ്റമെന്ന്. അതായത് കാൽസ്യം, ഇപ്പം അല്ലാത്ത ആളുകൾക്ക് ഉണ്ടാകാം മസിൽ കയറ്റം, കാൽസ്യം ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ കാലായിട്ടൊക്കെ കുറേ നേരം ഫാൻ അടിച്ച് കഴിയുമ്പോഴൊക്കെ മസിൽ കയറ്റമൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ വരാതെയൊക്കെ ഒന്ന് നോക്കുക. പിന്നെ പ്രഗ്നൻസിയിൽ മസിൽ കയറ്റം വരുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അമ്മയ്ക്ക് ചിലപ്പോൾ മസിൽ കയറ്റമൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും സമനിലത്ത് കട്ടിലേലോ സോഫയിലോ കാല് നീട്ടി വെച്ചിരുന്നിട്ട് ചെറുക്കന്മാരോട് പറയുക ആ വിരലിലൊന്ന് മുന്നോട്ട് നീക്കി തരാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും മസിൽ കയറ്റം മാറും. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ വരുമ്പോൾ കാണിച്ച് പറഞ്ഞു തരും. ഇനി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാവുന്ന, എനിക്ക് തോന്നുന്ന ഒരു 80%, 85% വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആദ്യത്തെ 3-4 മാസത്തെ ഓക്കാനും ഭക്ഷണത്തോടുള്ള മടുപ്പും അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും. എന്നാൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. നിങ്ങളറിയണം, പ്രഗ്നൻസി കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ, പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയിട്ട് അത് പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കളെ ബ്ലീഡിങ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ബ്ലീഡിങ് ഒരു വിധത്തിലും ബ്ലീഡിങ് ഉണ്ടാകാൻ പാടില്ല. ഒരു ഡ്രോപ്പാണ് പോകണമെന്നാണെങ്കിൽ നമ്മൾ പറയാം സ്പോട്ടിങ് എന്ന് പറയും. അതും ആരുമായിട്ടെങ്കിലും കൺസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരണം. അപ്പം അങ്ങനെ ചെറിയൊരു സ്പോട്ടിങ് ആണെങ്കിൽ പോലും ചിലർ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ കാണാം ചിലപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ ഇല്ലാത്തത്. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് നിങ്ങളോട് പറയും ഇത് അബോർട്ട് ചെയ്ത് കളയണം, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്ന്. ഇതിനെ നമ്മൾ അബോർഷൻ അല്ലെങ്കിൽ ഗർഭം അലസിപ്പോകുന്നു നമ്മൾ പറയുന്നത്. അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്നത് ഒരു സ്പോട്ടിങ് ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ വരിക. പലർക്കും പിന്നെ നമുക്ക് ഒരു തരം എന്താണ് ഡുവോഡിലാനെന്നും പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസിൻ്റെ അകത്തിട്ട് അത് തന്ന് കഴിഞ്ഞാൽ ഈ ബ്ലീഡിങ്ങിൽ നിന്ന് കുഞ്ഞ് നല്ല രീതിയിൽ വീണ്ടും വളർന്നു വരും, നല്ല ഹാർട്ട് ബീറ്റ് ഉണ്ടാകും. അപ്പം എന്താണേലും ഏത് വിധത്തിലുള്ള ബ്ലീഡിങ് ആണെങ്കിലും മക്കൾ ഹോസ്പിറ്റലിൽ വരിക, സ്കാൻ ചെയ്ത് നോക്കുക, ബാക്കി കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞോളും. പിന്നെ ചിലർക്ക് വെസിക്കുലർ മോൾ എന്നൊക്കെ പറഞ്ഞത്, അതായത് സാധാരണ പോലെ പ്രഗ്നൻസിയൊക്കെ വരും, വൊമിറ്റിങ്ങും തലകറക്കവും എല്ലാം ഉണ്ടാകും. ഒരു 2.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ബ്ലീഡിങ്. ഹോസ്പിറ്റലിൽ വന്ന് നമ്മളത് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കാണാം യൂട്രസിൻ്റെ അകത്ത് കുറേ കുമിളകൾ പോലുള്ളത്, നമ്മൾ വെസിക്കുലർ മോൾ എന്ന് പറയും. അത് ഭ്രൂണത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരുതരം ട്യൂമറാണ്. അപ്പം അതൊരിക്കലും ഒരു കുഞ്ഞാകില്ല. അപ്പം ഡോക്ടേഴ്സ് പറയാം അത് ഇവാക്യുവേറ്റ് ചെയ്ത് കളയണമെന്ന്. പിന്നെ ചിലരുടെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ഗർഭപാത്രത്തിന് പുറത്ത് ഗർഭധാരണമെന്ന്. അതായത്
ട്യൂബിൽ തന്നെ തങ്ങിപ്പോകുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഭ്രൂണം ട്യൂബിൽ നിന്ന് സഞ്ചരിച്ച് യൂട്രസിൻ്റെ അകത്ത് എത്തണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാരണവശാൽ അത് സഞ്ചരിക്കാതെ നിന്നെടുത്ത് തന്നെ നിന്നു പോയാൽ അവിടെ ഇരുന്ന് വളർന്ന ഒരു 2 മാസത്തിൽ കൂടുതൽ കുഞ്ഞിന് വളരാൻ അവിടെ സ്പേസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ അത് പൊട്ടിപ്പോകും. അതിനാണ് നമ്മൾ പറയുന്നത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് പുറത്തുള്ള ഗർഭധാരണം. ഇത് ഏതാണേലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഡോക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ വന്നു കഴിയുമ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തന്നു വിടും. പിന്നെ മൂത്രാശയ രോഗങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ കൂടുതൽ ബ്ലീഡിങ് ചിലർക്ക് ഉണ്ടാകും. അതുണ്ടാകാനായിട്ടുള്ള കാരണം അതും ഞാൻ പറഞ്ഞതാണ്. ഈ ഭ്രൂണം ചെന്ന് യൂട്രസിൻ്റെ മുകൾ ഭാഗത്താണ് സ്ഥാനം പിടിക്കുന്നതെന്ന്. മുകൾ ഭാഗത്തല്ലാണ്ട് വേറെ എവിടെ ചെന്ന് സ്ഥാനം പിടിച്ചാലും അത് അറ്റം വരെ പ്രശ്നമില്ലാതെ പോകാൻ സാധ്യത കുറവാണ്. അപ്പം അങ്ങനെ സ്ഥാനം തെറ്റി വളരുന്ന പ്ലസൻ്റയെ നമ്മൾ പ്ലസൻ്റ പ്രീവിയ എന്ന് പറയും. പിന്നെ ഈ പ്ലസൻ്റ അല്ലെങ്കിൽ മറുപിള്ള വിട്ടു പോരേണ്ടത് കുഞ്ഞ് പുറത്തേക്ക് പോന്ന് കുഞ്ഞ് ജനിച്ച് ഒരു 30-25 മിനിറ്റ് കഴിയുമ്പോൾ പ്ലസൻ്റ തന്നെ വിട്ടു പോരണം. ഇത് അതിക്ക് മുന്നേ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് പ്ലസൻ്റ വിട്ടു പോരുമ്പോഴും ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ഇത് ഏതാണെങ്കിലും എന്ത് തരം ബ്ലീഡിങ് ആണെങ്കിലും നിങ്ങൾ ഉടനെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരണം. അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് നിങ്ങൾ ചെക്കപ്പിന് വരേണ്ട സമയങ്ങൾ. ആദ്യത്തെ 6 മാസം മാസത്തിലൊരിക്കൽ വന്നാൽ മതി. 7-8 മാസങ്ങളിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ വരിക. കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വല്ലതൊക്കെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവസാന മാസങ്ങളിൽ ഡോക്ടേഴ്സ് പറയുന്നത് പോലെ ഓരോ ആഴ്ചയിലും നിങ്ങൾ ചെക്കപ്പിന് വരേണ്ടിയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്നാണെങ്കിൽ എക്സസൈസ്, ഏതെല്ലാം തരം എക്സസൈസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം അവർ കാണിച്ച് പഠിപ്പിച്ചു തരും. അത് മക്കൾ ചെയ്യണം. നന്നായിട്ട് മൂവ് ചെയ്യണം. എന്തുമാത്രം സ്റ്റെപ്പ് കയറി ഇറങ്ങാമോ, വീട്ടിലെ ജോലികൾ ചെയ്യാമോ, അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഡെലിവറി നോർമൽ ആകണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ പ്രഗ്നൻസിയിൽ നന്നായിട്ട് മക്കൾ മൂവ് ചെയ്യണം. വെയിറ്റ് എടുത്ത് പൊക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹീലുള്ള ചെരുപ്പ് വിട്ട് വെയിറ്റ് എടുത്ത് പൊക്കിക്കഴിഞ്ഞ് മുഞ്ഞും കുത്ത് വീണാൽ അപകടമാണ്. അപ്പം അതുകൊണ്ട് ചെറിയ ബക്കറ്റിലെ വെള്ളമൊക്കെ മക്കൾ എടുക്കണതിന് ഒരു പ്രശ്നവുമില്ല. സ്റ്റെപ്പുകൾ കയറി ഇറങ്ങണതിന് പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജോയിൻസ് ശരിക്കും അയഞ്ഞിരിക്കുകയുള്ളൂ, നോർമൽ ഡെലിവറി പോസിബിൾ ആകുകയുള്ളൂ. ഇല്ലെന്നാണെങ്കിൽ സിസേറിയൻ തന്നെ ഗത്യന്തരം ഉണ്ടാകുകയുള്ളൂ. ഇതാണ് പ്രഗ്നൻസിയെക്കുറിച്ച് കുറച്ച് പറയാനുള്ളത്. കുറച്ച് കോംപ്ലിക്കേഷൻസ് പറഞ്ഞ്, കുറച്ച് പരിരക്ഷകൾ പറഞ്ഞ്, കുറച്ച് ശുശ്രൂഷകൾ പറഞ്ഞ്, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. ഇതിലൊക്കെ സംശയമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഇവിടെ അച്ഛനോട് ചോദിച്ചാൽ എൻ്റെ ഫോൺ നമ്പർ കിട്ടും, വിളിക്കുക. ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ്. എൻ്റെ സമയം അനുസരിച്ച് മക്കളുടെ സംശയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇനി പ്രസവത്തെക്കുറിച്ച് 1-2 വാക്കുകൾ. അതായത് പ്രസവം എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി പെൺപിള്ളേരുണ്ട് ഭയങ്കരമായിട്ട് പേടി കാണിക്കുന്നത്. ക്ലാസ്സിൽ എനിക്ക് കാണാൻ പറ്റും. ഒത്തിരി പേടിച്ചരണ്ടി പെൺപിള്ളേരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ വേദന ഓർത്തിട്ടാണ് പേടി. ഈ വേദന ഓർത്തിട്ടുള്ള പേടി. മക്കളെ, പണ്ടത്തെ കാലം പോലെ നിങ്ങൾ അത്ര പേടിക്കേണ്ട കാര്യമില്ല. വേദന ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവില്ല എന്നല്ല. പെയിൻലെസ് ഡെലിവറി ഉണ്ട്, ഓക്കെ. അതുകൂടാതെ പെയിനോട് കൂടിയാണ് നിങ്ങൾ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണെങ്കിലും നിങ്ങളുടെ വേദന കുറക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്മാരും ഡോക്ടേഴ്സും അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പം വേണ്ടത് നിങ്ങൾക്ക് തരും. നിങ്ങൾ അത്രയും അങ്ങോട്ട് പേടിച്ച് ബേജാറാകരുത്. ഡെലിവറിക്ക് വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വന്നു കഴിയുമ്പോൾ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ചെയ്യും. പിന്നെ എന്നാണോ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എനിമ തന്ന് വയറ്റിൽ നിന്നൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നിങ്ങൾ ലേബർ റൂമിലോട്ട് കൊണ്ടുവരും.
ആദ്യം നിങ്ങളെ കൊണ്ടുവന്ന് കട്ടിലയിലാണ് കിടത്തി നമ്മൾ പിറ്റോസിൻ ഇഞ്ചക്ഷൻ നമ്മൾ അതായത് ഗ്ലൂക്കോസിൽ ആഡ് ചെയ്തിട്ട് നമ്മളത് തന്നു തുടങ്ങും. നിങ്ങളുടെ വേദന പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് സെർവിക്സ് ഡയലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു കുറേ കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ഡെലിവറിയോട് അടുത്ത് കഴിയുമ്പോൾ നിങ്ങളെ ലേബർ കോട്ടയെ കൊണ്ടേ കിടക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാനായിട്ട് അവിടെ ആളുണ്ടാകും. ഇനി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് ലേബർ കോട്ടയിലോട്ട് കയറ്റി കിടക്കുന്നതിന് മുന്നേ കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടെന്നാണെങ്കിൽ വേദനയുടെ ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് തരും. ഇപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഇഞ്ചക്ഷൻ നിങ്ങളുടെ അഡ്മിഷന് മുന്നേ തന്നെ ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകും. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ തരും. ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ തന്നിട്ടും കുറയുന്നില്ല, പിന്നെയും വേണമെന്നാണെങ്കിൽ ഇന്ന് നമുക്ക് എൻഡോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാസ് ഫോമിലുള്ള ഒരു പെയിൻ കില്ലർ ഉണ്ട്. അത് കൺട്രാക്ഷൻ പെയിൻ കുറക്കാനായിട്ട് നല്ലതാണ്. അത് നമ്മൾ ഓക്സിജൻ മാസ്ക് വെച്ച് വയ്ക്കുന്നത് പോലെ തന്നെ ഈ എൻഡോമിക്സ് നമുക്ക് ഓക്സിജൻ മാസ്ക് വഴി നമുക്ക് ശ്വസിക്കാം. അത് കൺട്രാക്ഷൻ പെയിൻ കുറക്കാനായിട്ട് നല്ലതാണ്. ഇതുമല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്യുപ്രഷർ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചെയ്തു കൊടുക്കണം. അതായത് ഉള്ളം കാലിൻ്റെ അവിടെ നമ്മളിങ്ങനെ തടകി കൊടുക്കും. അതും കൺട്രാക്ഷൻ പെയിൻ കുറക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ വേദനയെന്ന് ഓർത്ത് മക്കൾ ഇപ്പോഴേ ബേജാറാവരുത്. വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തു തരാൻ അവിടെ ആളുണ്ട്, നിങ്ങൾക്ക് ചെയ്തു തരും. ഒരിക്കലും ഞങ്ങളാരും പറയില്ല ആ ഡെലിവറിക്ക് വന്നേക്കല്ല കുറച്ച് വേദനയൊക്കെ ഉണ്ടാകും. മക്കൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇപ്പം എന്നോടൊക്കെ എനിക്കറിയാം, ഞാൻ ലേബർ റൂമിലുള്ള സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ കുറച്ച് കൊള്ളാം, ഇനിയിപ്പോൾ സിസ്റ്റർ ആ വയറും കൂടി ഒന്ന് തടയി തന്നാൽ ചിലപ്പോൾ നല്ലതായിരിക്കുന്നു. ഒരു കൈ കൊണ്ട് ഞാൻ വയർ തടയി കൊടുക്കുകയാണ്. കുറെ കഴിയുമ്പോഴത്തെ അവൾ പറഞ്ഞു, സിസ്റ്ററെ വയറ്റത്തൊക്കെ തടയിട്ട് നല്ല സുഖം, അന്ന് അതും കൂടി ഒന്ന് തടയി തരുക. ദൈവം എനിക്ക് 2 കൈയും തന്നിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് വയറും തടകി, മറ്റേ കൈ കൊണ്ട് നടുവും തടക്കി. അങ്ങനെ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ചെയ്തു തരാൻ നിങ്ങളുടെ ആ പേടി നിങ്ങൾ മാറ്റണം. ലേബർ റൂമിൽ വന്നു കഴിയുമ്പോൾ ആ പേടി മക്കൾ മാറ്റണം. ഇനി അത് ഒന്ന്. പിന്നെ വേറൊന്നുള്ളത്, നമുക്ക് പെയിൻലെസ് ഡെലിവറി ഉണ്ട്. പെയിൻലെസ് ഡെലിവറി എന്ന് പറഞ്ഞത് നട്ടെല്ലിൽ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അവിടെ ഒരു കത്തിയിട്ടിട്ട് നിങ്ങൾക്ക് വേദന വരാതിരിക്കാൻ, ആ വേദന ഫീൽ ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു അനസ്തേറ്റിക് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾക്ക് വേദന ഫീൽ ചെയ്യില്ല. പക്ഷെ വേദന ഫീൽ ചെയ്യാതിരിക്കുമ്പോൾ ചില പിള്ളേർ കുഞ്ഞ് പുറത്തേക്ക് പോരാൻ നേരുമ്പോഴും മുക്കിത്തരില്ല. നമ്മൾ കുഞ്ഞ് പുറത്തേക്ക് പോരുന്നത് കൊണ്ട് മുക്കെന്ന് പറയുമ്പോഴും വേദന ഉള്ളവരാണെങ്കിൽ ആ മുക്കി കുഞ്ഞിനെ പുറത്തോട്ട് വന്ന് അതോടുകൂടി വേദന തീർന്നു എന്നുള്ള വിധത്തിൽ അവർ മുക്കി കുഞ്ഞിനെ പുറത്തേക്ക് തരും. അതേസമയം വേദന ഇല്ലാത്തവരാണെങ്കിൽ ചിലരൊക്കെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പം നമുക്കൊരു സെക്കൻഡ് സ്റ്റേജ് കുറച്ച് നീളാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഡോക്ടേഴ്സ് പറയും ചിലപ്പോൾ സിസേറിയൻ ചെയ്യാം, സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാമെന്ന് പറയും. പിന്നെ അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട് പറയാം ഏത് തരം ഡെലിവറി വേണമെന്നുള്ളത്. അതനുസരിച്ച് എല്ലാവരും എന്താണേലും ചെയ്തു തരും. ഡെലിവറി പെയിനോട് കൂടിയതാണെന്നാണെങ്കിൽ ആ മുക്കി കുഞ്ഞിനെ പുറത്തോട്ട് തന്നു കഴിഞ്ഞാൽ അതോടുകൂടി വേദന തീർന്നു. മറ്റേതാണെങ്കിലും കുഞ്ഞ് പുറത്തോട്ട് പോന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ ആ ഒരു വേദന ഉണ്ടെങ്കിലേ മക്കൾ മുക്കി പുറത്തോട്ട് കുഞ്ഞിനെ തരികയുള്ളൂ. നമ്മൾ റിസീവ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ മുഖമൊക്കെ തുടച്ച് മ്യൂക്കസും കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് കുഞ്ഞ് ആദ്യത്തെ കരച്ചിൽ. ഈ കുഞ്ഞിൻ്റെ ആദ്യത്തെ കരച്ചിലോടുകൂടിയാണ് കുഞ്ഞ് സ്വന്തമായിട്ട് ശ്വസിക്കുന്നത്. ഈ ലോകത്തിലേക്ക് കുഞ്ഞ് വന്നിട്ട് സ്വതന്ത്രനാകുന്നത്, തന്നെ ശ്വസിക്കുന്നത് ആദ്യത്തെ കരച്ചിലോടുകൂടിയാണ്. മിക്കവാറും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ചിലർക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് പീഡിയാട്രീഷ്യന്മാരൊക്കെ ഉണ്ടാവും. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തു തരും. എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ എടുത്ത്, അതായത് നമ്മളൊരു 2-3 സ്റ്റേജൊക്കെ പറയാം നമ്മൾ ഡെലിവറിക്ക്. ഫസ്റ്റ് സ്റ്റേജ് കുഞ്ഞിൻ്റെ പെയിൻ തുടങ്ങി സെർവിക്സ് കംപ്ലീറ്റ് ഡയലേറ്റ് ചെയ്ത് കുഞ്ഞിൻ്റെ മുടിയൊക്കെ കാണാറാവണവരെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ മുടി കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കുഞ്ഞിനെ മുക്കി പുറത്തോട്ട് വരുന്നത് വരെയാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പുറത്തോട്ട് പോകുന്നു, അതിനെ ക്ലീൻ ചെയ്ത് വാമറിൽ കിടത്തി, അല്ലെങ്കിൽ ഇത്തിരി ഓക്സിജൻ കൊടുക്കണമെന്നാണെങ്കിൽ ഇതെല്ലാം കൊടുത്ത് ഈ സമയത്ത് ഡോക്ടേഴ്സ് നിങ്ങളെ
കംഫർട്ടബിളായിട്ട് കിടത്തി. ഇപ്പം നമുക്ക് സ്റ്റിച്ചസ് ഇടേണ്ടവരൊക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചസ് ഒക്കെ ഇട്ട് പിന്നെ ബ്ലീഡിങ് ഒക്കെ കൺട്രോൾ ചെയ്ത് ശരിക്കും കിടത്തി കഴിയുമ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുവരും. ഇത് ഒരു 20 മിനിറ്റ് അല്ലെ മാക്സിമം ഒരു അരമണിക്കൂർ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് തുടങ്ങണം. ഇല്ലയെന്നാണെങ്കിൽ അമ്മയിൽ നിന്ന് കിട്ടിയേക്കണ ആ ഗ്ലൂക്കോസൊക്കെ ഒരു മാക്സിമം 1-1.5 മണിക്കൂർ മാക്സിമം ഉണ്ടാവുള്ളൂ. അത് അറ്റം വരെ നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതിക്കുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് തുടങ്ങണം. ഇനി ഫീഡ് ചെയ്ത് ആദ്യത്തെ ആ സക്ഷനോട് കൂടി തന്നെ ചിലപ്പോൾ കുഞ്ഞ് സക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ കുഞ്ഞിന് ശരിക്കുള്ള പാലൊന്നും കിട്ടിയൊന്നുമില്ല. ഏറ്റവും ആദ്യത്തെ പാല് നമ്മൾ പറയും കൊളസ്ട്രോൾ എന്ന് പറയും. അത് ചിലപ്പോൾ കുഞ്ഞിന് സക്ക് ചെയ്തെടുക്കാൻ അവനും പഠിച്ചു വല്ലതല്ല. അപ്പം അതുകൊണ്ട് മിക്കവാറും നമ്മൾ പറയും ബ്രസ്റ്റ് ക്ലീൻ ചെയ്ത് അതൊന്ന് പിഴിഞ്ഞു കൊടുക്കാനായിട്ട് പറയും. കൊളസ്ട്രോൾ എന്ന് പറയാം അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒത്തിരി നമ്മുടെ അമ്മമാരൊക്കെ പറയേണ്ടത് അതൊരു അമൃതാണെന്ന്. ഒത്തിരി ആൻറ്റിബോഡീസും റെസിസ്റ്റിംഗ് പവറൊക്കെ ഉള്ള ഒരു പാലാണത്. അത് ആരും പിഴിഞ്ഞ് കളയാനായിട്ട് ഇടവരുത്തരുത്. അത് കുഞ്ഞിന് കിട്ടേണ്ടതാണ്. പിന്നെ കുഞ്ഞിനെ ശരിക്കും സക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാല് നിങ്ങൾക്ക് സാവധാനം വെച്ചോളും. ആദ്യത്തെ 1-2 ദിവസം പാൽ ഇച്ചിരി കുറവായിരിക്കും, വലിയ വിഷയമാക്കേണ്ട. നിങ്ങൾ പാല് കുടിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക. ഇനി അതും ഫലപ്രദമായില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഗുളിക തരും. ഒട്ടും പാലില്ലാത്തവർക്കാണെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ ഇച്ചിരി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുഞ്ഞുങ്ങൾക്ക് പാല് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വലിച്ചു കുടിക്കാനായിട്ട് മടി കാണിക്കും. പിന്നെ ഈ ഡെലിവറിക്ക് എന്തേ വേദന തോന്നുന്നെന്ന് ചിലർ ചോദിക്കാറുണ്ട്. എന്താണ് സിസ്റ്റർ ഇങ്ങനെ വേദന വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദന ഫീൽ ചെയ്യുന്നത്? വേദന ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം യൂട്രസിൻ്റെ മുകൾ ഭാഗം കൺട്രാക്ട് ചെയ്തിട്ട് വേണം താഴെ ഡയലേറ്റ് ചെയ്യാനായിട്ട്, സെർവിക്സ് ഡയലേറ്റ് ചെയ്യാൻ. അപ്പം ഈ കൺട്രാക്ട് ചെയ്യുന്നതും താഴെ ഡയലേറ്റ് ചെയ്യുന്നതും നെർവ്സിൻ്റെ പ്രവർത്തനമാണ്. അതാണ് നിങ്ങൾക്ക് വേദനയായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് ചെറിയ തോതിൽ തുടങ്ങി പിന്നെ അത് സെർവിക്സ് കംപ്ലീറ്റ് ഡയലേറ്റ് ചെയ്യണം. ഇപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറയും 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 ഫിംഗർ ഡയലറ്റേഷൻ എന്നൊക്കെ പറയും. അതുവരെ ആകാൻ വേണ്ടിയിട്ട് മേലെ കൺട്രാക്ട് ചെയ്യുക, താഴെ ഡയലേറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓർത്തേക്കണം, വേദന വരുമ്പോൾ ആ സിസ്റ്റർ ഒന്ന് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതാണ്, യൂട്രസിൻ്റെ മുകൾ ഭാഗം കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കുഞ്ഞിനെ താഴേക്ക് തള്ളുന്നത്. അപ്പം താഴെ സെർവിക്സ് ഡയലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കുഞ്ഞ് താഴേക്ക് പോരുന്നത്. അതാണ് വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ വേദന വരുമ്പോൾ മക്കൾ ഓർത്തേക്കണം ഇതാണ് കാരണം എന്നുള്ളത്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സിസേറിയൻ ചെയ്യേണ്ടി വരുന്നതെന്ന്. സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അമ്മയുടെ ഇടുപ്പില്ലിന് വിസ്താരം ഉണ്ടാവില്ല, കുഞ്ഞിൻ്റെ തല ഇച്ചിരി വലുതായിരിക്കും. അപ്പം കുഞ്ഞിൻ്റെ തല താഴേക്ക് പോരാൻ സാധ്യതയില്ല എന്ന് ഡോക്ടേഴ്സ് സ്കാനിങ്ങിൽ അല്ലെങ്കിൽ ചെക്കപ്പിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഇത് നമുക്ക് നോർമൽ ആകാൻ സാധ്യതയില്ല, നമ്മൾ സിസേറിയൻ പോസ്റ്റ് ചെയ്യണമെന്ന്. പിന്നെ ചില കുഞ്ഞുങ്ങൾ വലുതായിരിക്കും. അപ്പോൾ താറാമുട്ടയൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ പറയണതാണ്, ഒരു ലിറ്ററേച്ചറിലും ഉള്ളതല്ല കേട്ടോ. താറാമുട്ടയൊക്കെ ഒരുപാട് തിന്നാൽ അവരുടെ കുഞ്ഞ് വലുതായിരിക്കും. പിന്നെ ഡയബറ്റിക് മദേഴ്സ്, ഷുഗർ ഉള്ളവരാണെന്നാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വലിപ്പം ഉണ്ടാകും. അതുപോലെ ഷുഗർ ഉള്ള ആളുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻഡ്യൂസ് ചെയ്യാറില്ല. അവരെ തുടക്കമേ നമ്മൾ സിസേറിയൻ നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററീസ് ഉള്ളവർ ഡോക്ടേഴ്സ് നിങ്ങളോട് നേരത്തെ പറയും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു പ്ലസൻ്റ സാധാരണഗതിയിൽ യൂട്രസിൻ്റെ മുകളിലാണ് സ്ഥാനം പിടിക്കേണ്ടതെന്ന്. അല്ലാതെ വേറെ എവിടെയാണെന്നാണെങ്കിൽ അത് പ്ലസൻ്റ പ്രീവിയ അല്ലെങ്കിൽ അപ്രപ്ഷ്യ പ്ലസൻ്റ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ സിസേറിയൻ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സാധാരണഗതിയിൽ കുഞ്ഞിൻ്റെ തല താഴേക്കും കാല് മേലേക്കുമായിട്ടാണ് കിടക്കേണ്ടത്. ചില കുഞ്ഞുങ്ങൾ നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് കളിച്ച് വട്ടം കയറി കിടക്കും. അങ്ങനെ വട്ടം കയറി കിടന്നാൽ നമ്മൾ പറയും ബ്രീച്ച് പ്രസൻറ്റേഷൻ. അപ്പോൾ ഒരു കാരണവശാലും ഇത് നോർമൽ ഡെലിവറി ആക്കാൻ പറ്റില്ല. പണ്ട് കേട്ടിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റുമാർ പിന്നെ കുഞ്ഞിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്തൊന്നും ആരും ചെയ്യാറില്ല. അപ്പം അങ്ങനെ കുഞ്ഞ് വട്ടമാണ് കിടക്കണമെന്നാണെങ്കിൽ പിന്നെ നമ്മൾ സിസേറിയൻ പോസ്റ്റ് ചെയ്യും. പിന്നെ ആദ്യം താഴേക്ക് വരേണ്ടത് കുഞ്ഞിൻ്റെ തലയാണ്.
കുഞ്ഞിൻ്റെ തല വരുന്നതിന് പകരം പൊക്കിൾക്കൊടി വരികയാണെങ്കിൽ നമുക്കറിയാം കുഞ്ഞ് കമ്മന്നടിച്ച് കിടക്കുകയാണപ്പോൾ അതുകൊണ്ടാണ് പൊക്കിൾക്കൊടി താഴേക്ക് പോന്നേക്കണമെന്ന്. അങ്ങനെയൊക്കെ സ്കാനിങ്ങിലെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിസേറിയൻ തന്നെ പോസ്റ്റ് ചെയ്യും. അതുപോലെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അമ്മയ്ക്ക് അത്രയും നല്ല ആരോഗ്യമില്ല എന്നാണെങ്കിൽ സിസേറിയൻ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് അതനുസരിച്ചുള്ള കെയർ എടുത്തുകൊണ്ട് നമ്മൾ സിസേറിയൻ ചെയ്യും. ഇതും കൂടാണ്ട് പിന്നെ ഒരു കാരണം കൂടിയുള്ളത്, നോർമൽ ഡെലിവറി എല്ലാം നമ്മൾ അറ്റം വരെ എത്തിച്ച് നല്ല ഫേവറബിളാണ്, അമ്മ സഹകരിക്കണം, നല്ല സ്പേസ്. പക്ഷേ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് വേദന വരുമ്പോൾ കുഞ്ഞിൻ്റെ തല മേലേക്ക് പോകുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറയും എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ കാണാൻ പറ്റും ഈ കുഞ്ഞിൻ്റെ കോഡുണ്ടല്ലോ, അംബ്ലിക്കൽ കോഡെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് കുറച്ച് നീട്ടമുണ്ട്. ആ സാധനം കുഞ്ഞ് വെള്ളത്തിൽ കിടന്ന് കളിച്ചും പിടിച്ചും വന്ന് ആ സാധനം കഴുത്തേൽ ഒരു 3-4 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ടാകും. അതും സിസേറിയൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ചിലർ തല്ലി പിടിക്കാൻ വരും. അവള് കൺസീവ് ചെയ്ത് തൊട്ട് ഇവിടെയാണ് വന്നേക്കണത് ടെസ്റ്റിന്, ചെക്കപ്പിന് വന്നേച്ചത്. എന്നിട്ട് ഈ അവസാന സമയത്താണ് നിങ്ങൾ പറയണ സിസേറിയൻ വേണമെന്ന്. ഇതൊന്നും നിങ്ങൾക്ക് നേരത്തെ ആലോചിക്കാമായിരുന്നില്ലേ എൻ്റെ മക്കളെ? അതുകൊണ്ടുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയ ദൂരീകരണത്തിന് വേണ്ടി. അതിന് മാത്രമല്ല, നമുക്കിപ്പോൾ ബർത്ത് സ്യൂട്ട് ഉണ്ട്. ബർത്ത് സ്യൂട്ട് എന്ന് വെച്ചാൽ ഫോറിൻ കൺട്രീസിൽ പണ്ടേ ഉണ്ട്. അത് അവിടെ ഒരു നേഴ്സും ഉണ്ടാകും, ഒരു ഡോക്ടറും ഉണ്ടാകും, പ്രസവിക്കാനുള്ള പെണ്ണുണ്ടാകും, പിന്നെ അവളുടെ ഹസ്ബൻഡിനെയാണ് കയറ്റി ഞങ്ങൾ നിർത്തുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഓപ്ഷനാണ്, ഇഷ്ടമുള്ള ആൾക്ക് കയറാം, അമ്മയ്ക്കോ ഹസ്ബൻഡിനോ കൂടെ കയറാം. ഞാൻ പറയണത് ഹസ്ബൻഡ്സ് ഒന്ന് കൂടെ കയറുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഈ പെൺപിള്ളേരെ സംബന്ധിച്ചുള്ള, എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന പെൺപിള്ളേർ പലപ്പോഴും പറയാറുണ്ട്, സിസ്റ്ററെ എനിക്ക് താല്പര്യമാണ് ചേട്ടനൊന്ന് കൂടെ കയറണമെന്ന്. അപ്പം അങ്ങനെ കയറുന്നത് നല്ലതാണ് മക്കളെ. അവരെ സംബന്ധിച്ചിടത്തോളവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. അപ്പം ഇനി അഥവാ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കും കൂടി അത് കാണാൻ പറ്റും. അപ്പം അറിയാം നമ്മൾക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകണമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷവും സമാധാനവും നിറഞ്ഞ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മക്കൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിളിക്കാം. ഇനി ആരെങ്കിലും ആ വഴി വരികയാണെങ്കിൽ അതിൽ വന്നാലും ഞാൻ പറഞ്ഞു തരാം. അപ്പം നല്ലൊരു കുടുംബജീവിതം, കുഞ്ഞുങ്ങളോട് കൂടിയ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.